ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ ദിവസം മോൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ പിറന്നാളിനെടുത്ത വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനുണ്ടല്ലോ, ഇന്ന് നമുക്ക് ദോശയായിരുന്നു കഴിക്കാൻ. മക്കളും അനിയനും കൂടെ അമ്പലത്തിൽ പോയേക്കുവാണ്. അമ്മ അടുക്കള നല്ല അടിപൊളിയായിട്ട് തകൃതിയായിട്ട് പണിയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ മോൻ്റെ കാറുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ മോൻ അവൻ്റെ കാറുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അവൻ ഭയങ്കര കാറിനോട് ക്രേസ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയനിത് പോർഷയും BMW അതുപോലെ ഓടിയൊക്കെ ഇവിടെ ഫോട്ടോസ് ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. അവൻ ആ വണ്ടിയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ പോയിട്ട് വരുമ്പോഴത്തേന് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കണേ. അമ്മ അടുക്കളയിൽ സദ്യവട്ടങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇന്ന് പായസമുണ്ട്, പിന്നെ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. എൻ്റെ നാത്തൂനും മോനും ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ചെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിത് ദോശയും അതുപോലെ ഞങ്ങൾക്ക് ചമ്മന്തിയുമായിരുന്നു. പിന്നെന്താ, ഞാൻ 2 ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ചായ ഇല്ലെങ്കിൽ രാവിലെ ഒരു സുഖമില്ലെന്നേ. അപ്പോൾ അത് കാരണം ഒരു ഗ്ലാസ് ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് മോൻ്റെ കൂടെ അംഗൻവാടി പോകണം. അപ്പോൾ തലേദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുണ്ട് അവർ അമ്പലത്തിൽ നിന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഇനി ഡ്രസ്സൊക്കെ മാറണം, ഇനി അംഗൻവാടിക്ക് പോകണം വീഡിയോ എടുക്കാനേ. ശരി. ഹലോ, എവിടെ പോയി? ഏതമ്പലത്തിലാണ് പോയി? അപ്പേക്കാണ് ഗുരുവായൂർ എവിടെ പോയോ? പയ കണ്ടാ ബ്ലോക്കായിരുന്നോ? അങ്ങനെ അവൻ അമ്പലത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്തനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതിൻ്റെ അംഗൻവാടി കൊടുക്കാനുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവന് 10-16 കുട്ടികളുണ്ട് ഇപ്രാവശ്യം അംഗൻവാടിയിൽ. മോളും ആ അംഗൻവാടി തന്നെയാണ് കേട്ടോ പഠിച്ചത്. അതേപോലെ മോളുടെ പിറന്നാളിൻ്റെ സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മോനിത് ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അവനോട് ഞങ്ങൾ പറഞ്ഞു ചോക്ലേറ്റ് അമ്മണിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറഞ്ഞു, പക്ഷേ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. അങ്ങനെ അമ്മണിക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവൻ ഇങ്ങനെ അംഗൻവാടി പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറാമെന്ന് വെച്ചേ. അപ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2 പേരുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഞാൻ സെൽഫി ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അതെ, എൻ്റെ മുടി കിടക്കുന്നുണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി അങ്ങനെ അധികം പെട്ടെന്ന് ചീകി ഇടാറില്ല. ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുളിപ്പിന്നൽ പോലെ കെട്ടി വെക്കാറേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്കോല് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പോലെയാണ് എപ്പോഴും പറയും എല്ലാവരും. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇതേ ഞങ്ങൾ സെറ്റായിട്ട് നേരെ പോകുന്നത് അംഗൻവാടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അംഗൻവാടിയെ. കുറച്ച് നടക്കാനുള്ള ദൂരവേ ഉള്ളൂ. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ നടക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂട്ടിയിൽ പോയിട്ടോ. ഇതാണ് നമ്മുടെ താണിയിലമ്പലം. അയ്യോ, പേര് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. അതാട്ടോ താണിയിലമ്പലവേ. താണിയിലമ്പലത്തിന് തൊട്ടടുത്താണ് നമ്മുടെ അംഗൻവാടി വരുന്നത്. അപ്പം ഞങ്ങൾ അന്നേരം ആദ്യം മോനോട് വന്ന മോൻ ഓടിപ്പോയിട്ട് ഡോറിൽ കൊട്ടാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ടീച്ചർ ഡോറ് തുറന്നു വന്നു കേട്ടോ. അങ്ങനെ ഡോറ് തുറന്ന് വന്നപ്പോൾ തന്നെ ബേബീൻ്റെ കയ്യിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് നേരെ അകത്തേക്ക് വിടുമായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാം അവനെ വെൽക്കം ചെയ്യുമായിരുന്നു. പിന്നെ റാം ചെന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. 10-16 കുട്ടികളുള്ളതാണ്, പക്ഷെ ഇന്ന് കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം പല കുട്ടികളും വരാറില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും മക്കളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. റാം മിഠായി ഒക്കെ ആയിട്ട് ബർത്ത്ഡേക്ക് ചെന്നപ്പോൾ കേട്ടോ. അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ധ്യാന, അന്നൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ടീച്ചർ ഗ്രൂപ്പിലിടാനായിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ വിഷ് കൊടുക്കാനായിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേന് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നതുണ്ടോ. കുട്ടികളെല്ലാം ഭയങ്കര കണ്ടപ്പോൾ തന്നെ നമുക്ക് സത്യം പറയാൻ മനസ്സ് നിറഞ്ഞിട്ടോ. Happy birthday to you. Happy birthday dear Ram. Happy birthday to you. അങ്ങനെ കൂട്ടുകാർക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ബേബി. അവനിങ്ങനെ രാവിലെ ഒരുങ്ങി ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ് അവന്. അമ്മയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. അമ്മയുടെ കാര്യത്തിൽ അവന് മിഠായി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നേ. അതൊന്നും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ വന്നിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ടീച്ചറും ചോക്ലേറ്റ് ഒക്കെ മോന് കൊടുത്തു. അങ്ങനെ അത് നിൽക്കുന്ന രാഗിണി ടീച്ചറും മിനി ടീച്ചറും ആയിട്ട്. മിനി ടീച്ചറാണ് അവന് പഠിപ്പിക്കുന്നത്. രാഗിണി ടീച്ചർ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് അംഗൻവാടിയിലുള്ളത് കേട്ടോ. അങ്ങനെ ടീച്ചർ എനിക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ തന്നു. അമ്മണിക്കും ചോക്ലേറ്റ് കൊടുത്തു, അമ്മയ്ക്കും ചോക്ലേറ്റ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലാണ്. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് വരണം കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്താട് വന്നപ്പോൾ റോഡിൽ കണ്ട പൂക്കളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വരുമായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറാതെ പോകുന്നത് ചാമുണ്ടേശ്വരി അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. ഇന്ന് അവിടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേയുടെ അതേ ടൈമിലായിരുന്നു കേട്ടോ അവിടെ പ്രതിഷ്ഠാ ദിനം ഉണ്ടായിരുന്നത്. ബേബി കൊടുക്കുക, ചേച്ചിക്ക് കൊടുക്കുക. ഇല്ല മേടിച്ചോ. നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ അമ്മയുടെയും ബേബിയുടെയും കൂട്ടുകാരാണ് അവര്. അപ്പൊ അവർക്ക് മിഠായി ഒക്കെ കൊടുത്തു. ഞങ്ങൾ നേരെ അമ്പലത്തിൽ തൊഴാൻ കയറി കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ സദ്യ കഴിക്കാൻ നമ്മൾ നിന്നില്ല. കാരണം വീട്ടിൽ നമ്മൾ സദ്യ ഒരുക്കുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുമായിരുന്നേ. അപ്പൊ അവിടെ വെച്ച് നമ്മൾ അമ്മിണീനെ കണ്ടു കേട്ടോ. ഞാൻ കുട്ടീനെ ചോക്ലേറ്റ് കൊടുക്കുന്ന കാണിച്ചില്ലേ, അതിന്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പൊ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേനുണ്ട് രേഷുവിന്റെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 12 മണി 12 കാലമായപ്പോൾ നമുക്ക് ദേ സദ്യക്കുള്ള സകല സാധനങ്ങളും റെഡിയായിട്ട് ടേബിളിൽ വച്ചു കേട്ടോ. എന്നിട്ട് മോന് നമ്മളൊരു പായയൊക്കെ ഇട്ട് കൊടുത്തു, ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്തു. തൂശനില ഇട്ട് വിളക്ക് കൊളുത്തി സദ്യ കഴിക്കണം എന്നല്ലേ പറയുക. അപ്പൊ അങ്ങനെ തൂശനിലയൊക്കെ ഇട്ട് വിളക്ക് കൊളുത്തി വെച്ച് അതുപോലെ മുണ്ടൊക്കെ എടുത്ത് ആളിതേണ്ട ഫോട്ടോയൊക്കെ എടുത്ത് സദ്യ കഴിക്കാൻ സെറ്റായിട്ടിരിക്കാനുണ്ട്. ആൾക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അനിയത്തി വന്നു, വിളക്ക് കൊളുത്തി. അപ്പോൾ ഓരോ കറികളായിട്ട് നമ്മളിങ്ങനെ ഇലയിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓരോ കറികൾ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന് ഇഞ്ചും പുളിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചിരി എരിവും പുളിയൊക്കെ ഉള്ളതാണ് ആൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ തന്നെയാണ് നമ്മൾ വെച്ചത്. കാളനുണ്ടായിരുന്നു, ഓലനുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, അവിയൽ, ഇഞ്ചും പുളി, സാമ്പാർ,
അതുപോലെ തന്നെ അച്ചാറ്, പപ്പടം, ഉണ്ണിയപ്പം, പഴം, അങ്ങനെ പായസം, അങ്ങനെ എല്ലാത്തരവും പച്ചടി. പച്ചടിയുടെ കാര്യം മറന്നു പോയിട്ടോ, പൈനാപ്പിൾ പച്ചടിയായിരുന്നു കേട്ടോ. അവന് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടമാണ് മോന്. അപ്പം അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ പച്ചടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ ഇലയിൽ നിരത്തി വെച്ചു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും ഇങ്ങനെ ഓരോരോ കമന്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവൻ അവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചോറുണ്ണാനായിട്ട്. അങ്ങനെ ചോറും വിളമ്പി കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ കുഴച്ച് തിന്നുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ വാരി കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ഇങ്ങനെ കറികളൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നുന്നുണ്ടോ. അപ്പം നമ്മൾ പറഞ്ഞ് സാമ്പാർ ഒഴിക്കാനായിട്ട് ചോറിനൊരു കുഴി കുത്താൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അവനൊരു കുഴിയൊക്കെ അവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന് കൂടുതലും ചാറൊക്കെ കൂട്ടുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കഷ്ണങ്ങൾ, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ കൂട്ടി അവൻ എങ്ങനെ ചോറുന്നുവാണ്. അവനിങ്ങനെ ഓരോ കറികളും, ഓലനായാലും കാളനായാലും സാമ്പാറായാലും അച്ചാറായാലും ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കണം. അപ്പൊ അവന്റെ പിറന്നാൾ സദ്യ കഴിക്കുന്നത് ഞങ്ങൾ ചുറ്റിലെല്ലാരും നോക്കിയിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആള് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ചെറുപ്പം പിള്ളേർ വളർന്നു വരുന്നത് പെട്ടെന്നാണല്ലേ. നമ്മൾ ഇത്രയും പോണ ഒരാളെ കയ്യിലെടുത്തുകൊണ്ട് നടന്നതാണ് ആ സമയത്ത് ചിന്തിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചോറൊക്കെ 2-3-4 വായൊക്കെ കഴിച്ചു കേട്ടോ. കണ്ടില്ലേ, അവൻ ഈ പയറൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആള് ഭയങ്കര ആസ്വദിച്ചിരുന്നാണ് ആളുടെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വലിയൊരു മടി പോലെ തോന്നി കേട്ടോ. അപ്പൊ പിന്നെ അനിയത്തി വന്നിട്ട് ചോറ് വാരി കൊടുക്കാന്ന് പറഞ്ഞ് പിന്നെ അനിയത്തിയാണ് ചോറ് വാരി കൊടുത്തത്. അപ്പോൾ 2-3 ഉരുളയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ വയറ് നിറഞ്ഞു കേട്ടോ. ആൾക്കും സന്തോഷമായി. അപ്പൊ പിറന്നാൾ സദ്യ കഴിച്ചതിന്റെ സന്തോഷത്തിലാവും പിന്നെ അങ്ങ് എഴുന്നേറ്റ് പോയിട്ടോ. പിന്നെ അതുകൊണ്ട് അമ്മയും അച്ഛനും അതുപോലെ ചേച്ചിയും എല്ലാവരും അവിടെ നിന്ന് വർത്തമാനം പറയാന്ന്. കാരണം ഭയങ്കര ചൂടല്ലേ. ചൂടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെയിലാണ്, പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം പിന്നെ സദ്യ കഴിച്ചത് രേഷുവായിരുന്നു. അപ്പൊ രേഷു മോൻ കഴിച്ച പാത്രത്തിൽ തന്നെ ഇലയിൽ തന്നെ അവൾ വന്ന് ചോറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണമായിരുന്നു. പിന്നെ എല്ലാവരും കഴിക്കാനുണ്ടായിരുന്നു. അപ്പം രേഷുവിന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ചേച്ചിയും പാപ്പനും എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലയിലെല്ലാം സദ്യക്കുള്ള സാധനങ്ങളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയും ചേച്ചിയൊക്കെ ചോറിനാൻ വേണ്ടി ഇരുന്നുട്ടോ. അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ നിലത്തിരുന്നാണ് കഴിക്കുക കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു ശീലം അങ്ങനെ തന്നെ കഴിക്കണമെന്നൊരാഗ്രഹം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ താഴെ ഇരുന്നാണ് കഴിച്ചത്. അപ്പൊ ചേച്ചിയും ഞാനും ബിനുവും ചേട്ടനും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും പാപ്പനും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാൻ എല്ലാവരും നല്ല വിശപ്പായിരുന്നു. എന്നെ വിശപ്പിന്റെ വിളിവ് വന്നിട്ട് എൻ്റെ വയറിന് അത് ഗുളു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ചോറുണ്ണാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറുണ്ണുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛന്മാർ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛന്മാർക്കും ഇല വിളമ്പി അവർക്കുള്ള കാര്യങ്ങളൊക്കെ സദ്യയൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ അച്ഛൻ, ഇതാണ് ലക്ഷ്മിയുടെ അച്ഛൻ, അതുപോലെ പാപ്പനച്ഛൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ പാപ്പനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും കൂടി ഇന്ന് സദ്യ കഴിച്ചു. അവർ സദ്യ കഴിച്ചു. അവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വന്നിരുന്ന് കഴിച്ചു. അമ്മ ലാസ്റ്റാണ് കഴിച്ചത് കേട്ടോ. അമ്മയും ഫുഡ് കഴിച്ചു. പിന്നെ അച്ഛനും പാപ്പനും നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോവായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാത്തൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ നാത്തൂനും മോനും വന്നത് പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവർ വന്നപ്പോൾ തന്നെ ഒരു സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പോടെയല്ലേ വരുന്ന ഞാൻ അവൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. മോനും ചോറൊക്കെ കൊടുത്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് വൈകിട്ടത്തേനുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും അനിയത്തിയും കൂടെ പോയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് മൊത്തം ബലൂൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഡിം ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ലൈറ്റെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ബലൂണ് പല കളറിന്. അപ്പം നമ്മൾ തലേദിവസം പോയിട്ട് ബലൂണും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊതി വീർപ്പിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഊതി വീർപ്പിച്ചത് എല്ലാം ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനുള്ള പശ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോളുടെ പിറന്നാളിന് സ്റ്റിക്ക് ചെയ്യാനുള്ള പശ കുറച്ച് തീർന്നു പോയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ അതെല്ലാം ഇങ്ങനെ മുകളിൽ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കാറൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കാർ കളക്ഷൻ ഉണ്ട് മോന് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കുറച്ച് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അമ്പാടിക്കുട്ടൻ അന്നേരം മോൻ ഇതേണ്ട ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. അമ്പാടിക്കുട്ടൻ മോനും ഗിഫ്റ്റ് കൊടുത്തു, മോക്കൊരു പാവക്കുട്ടിയും കൊടുത്തു കേട്ടോ. അവരങ്ങനെ സന്തോഷമായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, 3 പേരും കൂടെ കൂടിയിട്ട് കാറൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പറഞ്ഞപ്പോഴത്തേന് 3 പേരും പോയിട്ട് കാറൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റാക്കി വെച്ചു കേട്ടോ.
അപ്പോഴേക്കും നമുക്കുള്ള കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. BMW കേക്കാണ് ബേബിക്ക് വേണ്ടി അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബേബി എന്ന് പറഞ്ഞാൽ BMW ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഏത് രാത്രിയിൽ BMW പോയാലും അവൻ കണ്ടുപിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അനിയൻ BMW എഴുതിയ കേക്കാണ് അവന് കൊണ്ടുവന്നത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി. പേഴ്സണലി എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാറാണ് കേട്ടോ BMW. Happy birthday to you. Happy birthday dear Amuel. Happy birthday to you. To you. അവർക്ക് പ്ലേറ്റ് എടുക്കാനാ താല്പര്യം. ആണോ? അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും ജ്യൂസ് കുടിയും ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ബേബിയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഇപ്രാവശ്യം നാത്തൂനും മോനും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്ക് സ്പെഷ്യൽ ആയിരുന്നു. അങ്ങനെ കേക്ക് കഴിയൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു എന്നാൽ നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ എ നമുക്ക് പൊട്ടിപ്പോയി. അപ്പോൾ പ്ലാൻ ബി നമ്മൾ ഇട്ടത് നേരെ ബീച്ചിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബലൂൺ പൊട്ടിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.